നമ്മുടെ കേരളത്തിന്റെ ഒരു തനത് തുകൽ വാദ്യോപകരണമാണ് ചെണ്ട എന്ന് പറയുന്നത്. നമ്മുടെ ഈ കലോത്സവ നഗരിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടയിൽ ഒന്നാം സ്ഥാനം നേടിയ ആദിത്താണ് നമ്മോടൊപ്പം അല്ലെ. ഒന്നാം സ്ഥാനം നേടിയല്ലേ ആദ്യത്തെ. എത്ര നാളായി ഈ ചെണ്ട പഠിച്ചു വരുന്നു? 10 വർഷം. ചെണ്ട ഉപകരണം മാത്രമാണോ പഠിക്കുന്നത്? മറ്റേതെങ്കിലും ഉപകരണം പഠിക്കുന്നുണ്ടോ? ഇല്ല, ചെണ്ട മാത്രം. ചെണ്ട മാത്രമാണല്ലേ. 10 വർഷമായിട്ട് ചെണ്ട പഠിക്കുന്നുണ്ട്. എങ്ങനെ ഈ ചെണ്ട എന്നുള്ള ഒരു വാദ്യോപകരണത്തോട് ഒരു താല്പര്യം തോന്നാനുള്ള കാരണം? പണ്ടേ കണ്ടിട്ടുള്ള ആരെങ്കിലും കണ്ടിട്ടുള്ള ഒരു താല്പര്യമാണോ? വീട്ടിൽ വേറെ ആരെങ്കിലും ചെണ്ട ഉപയോഗിക്കാറുണ്ടാവും? ഇല്ല. അല്ലാതെ നമ്മളെങ്ങനെ ഈ വാദ്യോപകരണങ്ങൾ കൊട്ടുന്നത് കണ്ടിട്ടുള്ള ഒരു താല്പര്യത്തിൽ ഇതിലേക്ക് ഇറങ്ങിയതാണല്ലേ. ഇപ്പൊ എത്ര വർഷക്കാലമായി കലോത്സവ നഗരിയിലേക്ക് ചെണ്ട വാദ്യോപകരണ മത്സരത്തിന് കൊണ്ടുപോകാൻ തുടങ്ങി? 3 വർഷമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജില്ലയിലേക്ക് എല്ലാ പ്രാവശ്യവും എത്തിയിട്ടുണ്ടോ? 3 വർഷക്കാലമായിട്ടും ജില്ലയിൽ പങ്കെടുക്കാറുണ്ട്. ഇനിയിപ്പോ സ്റ്റേറ്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലേ. ആശാനാരാ ചെണ്ടയുടെ? ആശാന്റെ അടുത്താണ് ഈ 10 വർഷമായിട്ട് പഠിച്ചു വരുന്നത്. എവിടെയാ സ്ഥലം? എവിടെയാ? മൊറാഴ. മോനെ സ്കൂളിൽ നിന്നാ വരുന്ന പറഞ്ഞ? ചെറുകുന്ന് സ്കൂളിൽ നിന്ന്. അപ്പോ ചെറുകുന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ പയ്യന്നൂർ ഉപജില്ലയുടെ പയ്യന്നൂരിന്റെ തൊട്ടടുത്തൊരു പ്രദേശമായല്ലേ. അപ്പോ ഇനിയിപ്പോ നമുക്ക് ഈ ചെണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ കാണികൾക്കൊക്കെയും ഒരു ആവേശം കൊള്ളിക്കുന്ന ഒരു ഐറ്റം ആണല്ലേ ഈ ചെണ്ട എന്നുള്ളത്. കൊട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയാതെ താളം പിടിച്ചു പോകില്ലേ. നമുക്ക് ആ താളത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുമോ? ഈ ചെണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ തെയ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെണ്ട ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ കലോത്സവ നഗരിയിലേക്ക് വരുമ്പോൾ ഈ കൊട്ടുകൾക്കൊക്കെ വ്യത്യാസമുണ്ടോ? നമ്മുടെ ഈ കലോത്സവത്തിന് ചെണ്ടയുടെ കൊട്ട് ഏത് രീതിയിലാ? അങ്ങനെ പ്രത്യേകതയുണ്ടോ? ഇതെന്ന് വെച്ചാൽ തായമ്പകയാണ്. തായമ്പകയെ കൊട്ടിക്കൊടുക്കും. അവിടെ വരുന്നു കൊട്ടിക്കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ നമ്മളിപ്പോ എല്ലായിടത്തും എല്ലാ ആൾക്കാരുള്ളത് എന്നുള്ളത് കൊണ്ട് തായമ്പകയാണ് ഐറ്റം അല്ലേ. അപ്പൊ ഓരോ കൊട്ടിനും ഇതിപ്പോ എത്ര സമയം കൊട്ടണം? ഏത് രീതിയിൽ? ഇതിന്റെ താളങ്ങളൊക്കെ എങ്ങനെയാ? 10 മിനിറ്റ് കൊട്ടണം. ഇതിൽ കൊട്ടുന്നത് പതികാലം, പഞ്ചാരിക്കൂറ്, ചെമ്പക്കൂറ്, ഇടവട്ടം, ഇടനില, ഇരികിട. 6 താളം കൊട്ടത് 6 ഭാഗം അല്ലേ. അപ്പോ ഇതിന് ഓരോരോ സെക്ഷൻ ആയിട്ടാണോ? എങ്ങനെയാ നമ്മൾ ഈ കലോത്സവത്തിലേക്ക് കൊട്ടുമ്പോ എങ്ങനെയാ? സെക്ഷൻ ആയിട്ടാണല്ലേ. അപ്പൊ ഈ ചെണ്ട പഠിക്കുന്നത് അത്ര ചില്ലറ കാര്യമല്ല അല്ലേ. അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. നല്ല രീതിയിൽ തന്നെ കൊട്ടി പഠിക്കേണ്ടതുണ്ട്. പണ്ട് ഈ ചെണ്ടയോടുള്ള താല്പര്യം കൊണ്ട് ഇപ്പൊ 10 വർഷമായി പഠിക്കുന്നതല്ലേ പറയുന്നത്. ഇപ്പൊ ഹയർ സെക്കൻഡറി ആയിട്ടുണ്ട്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഉണ്ടല്ലേ ആ ഒരു താല്പര്യം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം കൊട്ടിപ്പടിച്ചത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഈ കുട്ടികളായിട്ടുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു താല്പര്യം നമ്മൾ പാത്രങ്ങൾക്ക് കൊട്ടും, കല്ലുകൾക്ക് കൊട്ടും, അത്തരത്തിലാണല്ലോ നമ്മൾ കൊട്ടി തുടങ്ങുക. സത്യം പറഞ്ഞ ആ ഒരു ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിൽ എവിടെയായിരുന്നു കൊട്ടി തുടങ്ങിയത്? പെൻസിലിനെ കൊണ്ട് അങ്ങനെ ഒരു കൊട്ടിയിട്ടുള്ള ഒരു പരിചയത്തിൽ നിന്ന് ഇപ്പൊ ഇവിടെ ഇഷ്ടത്തിന് തായമ്പകയിൽ ഇപ്പോ ചേർന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം തായമ്പക ചെണ്ടയിൽ 1ാം സ്ഥാനം നേടി നിൽക്കുകയാണ്. അന്ന് ആ ഒരു പെൻസിൽ കൊണ്ട് കൊട്ടി തുടങ്ങിയ നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത്. ഇനിയിപ്പോ സംസ്ഥാന കലോത്സവത്തിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഈ ചെണ്ട വിടാനുള്ള ഉദ്ദേശമില്ലല്ലോ അല്ലെ. ഇനി ജീവിതത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യമില്ലേ. അപ്പൊ ഇനി ഇവിടെയല്ല, കലോത്സവത്തിലല്ല, ഇനി ജീവിതം അങ്ങോളം എവിടെയാണ് വെച്ചെന്ന എല്ലായിടത്തും ഈ ചെണ്ട ഈ ഒരു താല്പര്യം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. മുന്നോട്ട് ഇതിനേക്കാളും ഉയർച്ചയിലെത്താൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.